വ്യക്തികളല്ല പാർട്ടിയാണ് പ്രധാനം. ദൈവമെന്ന് പറയുന്ന ഒന്നുണ്ടെങ്കിൽ അത് CPM ആണ്. അന്നവസ്ത്രാദി ഒട്ടും മുട്ടാതെ തന്നൂ രക്ഷിപ്പൂ നീ ഒന്ന് തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ. ഇതാരുടേതാണ് 4 വരി? ശ്രീനാരായണ ഗുരുവിൻ്റെ. ശ്രീനാരായണ ഗുരുവിൻ്റെ 4 വരിയിൽ പറയുന്ന നീ ഒന്ന് തന്നെ നമുക്ക് തമ്പുരാൻ എന്ന് പറയുന്നത് അന്നവും വസ്ത്രവും ഒട്ടും മുടങ്ങാതെ തരുന്നവരാരാണോ അവരാണ് തമ്പുരാൻ എന്ന് പറഞ്ഞാൽ രാജ്യത്ത് കമ്മ്യൂണിസ്റ്റുകാരാണ്, അതിൽ വ്യക്തികളടങ്ങുന്ന പാർട്ടിയാണ്, ആ കൂട്ടായ്മയാണ് അന്നവും വസ്ത്രത്തിനും വേണ്ടി പൊരുതുന്നത്. അവരുടെ മുമ്പാകെ വ്യക്തികൾ എന്നുള്ളത് നിസ്സാരന്മാർ. വ്യക്തികളേക്കാൾ പ്രധാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. തന്നെ ഒരാൾ ദൈവം എന്ന് വിളിച്ചാൽ ഞാൻ ദൈവമല്ല, ഇതാണ് ദൈവം എന്ന് അയാൾക്ക് ചൂണ്ടിക്കാണിച്ചൂടെ? അതാണ് ഞാൻ പറയുന്നത്. എന്നെപ്പറ്റി ഒരാളും ദൈവമായി പറയാൻ പാടില്ല. അതാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞേ. ശ്രീനാരായണ ഗുരുവിനേക്കാൾ വലിയൊരു മഹാൻ വേറെ പറയാനില്ലല്ലോ നമുക്ക്. ശ്രീനാരായണ ഗുരു ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തെ ദൈവമായി ചിത്രീകരിച്ചപ്പോൾ എന്താ പറഞ്ഞത് അദ്ദേഹം? ഞാനൊരു സാധാരണ മനുഷ്യൻ. അപ്പം അതുകൊണ്ട് ഏത് നേതാവായാലും ഏത് വ്യക്തിയായാലും അവർ പാർട്ടിക്ക് നൽകിയ സംഭാവന വിലപ്പെട്ടതാണ്. എന്നാൽ പാർട്ടിയാണ് ഏറ്റവും വലുത്. അതുകൊണ്ട് അക്കാര്യത്തിൽ വേറെ പാർട്ടിക്ക് ശേഷം സംശയമില്ല. ചിത്രീകരിക്കപ്പെട്ട നേതാവിൻ്റെ അഭിപ്രായവും ഇതാണ്. ഒരു കാര്യം ഞാനൊന്ന് പറഞ്ഞോട്ടെ ഇതിനിടയിൽ. ആവിഷ്കാര മാധ്യമ വിലക്കിനെതിരെ എല്ലാവരും ചേർന്നുള്ള പരിപാടികൾ സംഘടിപ്പിക്കാൻ പൊതുവിൽ ജില്ലയിൽ ആലോചിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിലോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന നിലയിലോ അല്ല, എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു സമിതിയുടെ നേതൃത്വത്തിലുള്ള പരിപാടി ഈ 12-ാം തീയതി അതിനെക്കുറിച്ച് ആലോചിക്കുന്നതിന് വേണ്ടിയുള്ളൊരു യോഗം ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടക്കുന്നുണ്ട്. പുരോഗമന കലാസാഹിത്യ സംഘവും ലൈബ്രറി കൗൺസിലും ചേർന്നാണ് ക്ഷണിക്കുന്നത്. ആ പരിപാടിയിൽ മാധ്യമ പ്രവർത്തകർ കൂടി വരണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. മാധ്യമ പ്രവർത്തനങ്ങൾക്ക് നേരെയും വെല്ലുവിളി ഉയരുന്ന ഒരു കാലമാണ്. അത്തരം ഒരു കാലത്ത് രാഷ്ട്രീയത്തിന് അതീതമായി ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെയും മാധ്യമപ്രവർത്തന സ്വാതന്ത്ര്യത്തെയും സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു കൂട്ടായ്മ കണ്ണൂരിൽ രൂപപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു. അതിൻ്റെ ഭാഗമായി 12-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടക്കുന്ന യോഗത്തിൽ പ്രസ് ക്ലബിൻ്റെ ഭാരവാഹികൾക്ക് ഒരു കത്ത് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ മാധ്യമ പ്രവർത്തകരെല്ലാം കേവലം റിപ്പോർട്ട് നൽകൽ മാത്രമല്ല നിങ്ങളുടെ കൂടി സാന്നിധ്യമുണ്ടാകണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്.